അണേറോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് കൊച്ചി CJM കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ജാമ്യം അംഗീകരിക്കരുതെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. നിലവിൽ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് വാഹനം ബോബി ചെമ്മണ്ണൂരിനെ വഹിച്ചുകൊണ്ട് ജയിലിലേക്ക് നിലവിൽ തിരിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചേരുന്ന ആശുപത്രിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധന പൂർത്തിയാക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ, അതായത് കൃത്യമായി മെഡിക്കൽ അസിസ്റ്റൻസ് ബോബി ചെമ്മണ്ണൂരിന് ലഭിച്ചിട്ടില്ല. ഇരുട്ടുമുറിയിൽ ഏറെ നേരം ഇരുത്തി തുടങ്ങിയ ആരോപണങ്ങളൊക്കെയായി ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ അല്പസമയം മുൻപ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. അത്തരത്തിൽ ഉള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളടക്കം ഉന്നയിക്കുന്നത്. കാരണം ഈ വിധി അറിഞ്ഞ ഉടൻ, അതായത് അപ്രതീക്ഷിതമായ ഒരു വിധിയായിരുന്നു, ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബോബി ചെമ്മണ്ണൂരും അഭിഭാഷകരും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിധി അറിഞ്ഞ ശേഷം ആ ഷോക്കിൽ പ്രതിക്കൂട്ടിൽ തല കറങ്ങി വീണ ബോബി ചെമ്മണ്ണൂർ അത്തരത്തിൽ നാടകീയമായ രംഗങ്ങൾക്കാണ് കോടതി അടക്കം സാക്ഷ്യം വഹിച്ചത്. കാക്കനാട്ടെ ജില്ലാ ജയിലിന്റെ പരിസരത്ത് നിന്ന് മുസ്തഫ ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. മുസ്തഫ, വൈദ്യപരിശോധന പൂർത്തിയായ ശേഷം ബോബി ചെമ്മണ്ണൂരുമായുള്ള വാഹനം, പോലീസ് വാഹനം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. എപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് എത്തുക? എന്തെങ്കിലും സൂചനകൾ? സ്നേഹ, ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് വാഹനം നമുക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഈ കാക്കനാട് ജില്ലാ ജയിൽ കോംപ്ലക്സിനകത്തേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ ഒരു 10-15 മിനിറ്റിനകം തന്നെ ഒരു 7 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുള്ള പോലീസ് വാഹനം ഈ ജയിൽ കവാടത്തിന് മുന്നിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ വാഹനം വ്യൂഹം ഇപ്പോൾ ഏകദേശം പകുതി പിന്നിട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മജിസ്ട്രേറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സാധ്യതകളും മുതിർന്ന അഭിഭാഷകരായ രാമപിള്ളയും അതോടൊപ്പം തന്നെ ജിയോ പോളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ സവിസ്തരമായി ഈ കേസ് വാദിച്ചെങ്കിൽ പോലും ഒരു തരത്തിലും പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ ഇപ്പോൾ റിമാൻഡ് ചെയ്യേണ്ട ഘട്ടമാണ് എന്നത് ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഏതൊക്കെ തരത്തിൽ ജാമ്യം നൽകാവുന്ന വകുപ്പുകളാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ മുഴുവൻ പ്രതിഭാഗം വാദിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ മുഴുവൻ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ ശക്തമായ നിലപാടെടുത്തു. ഒരു ഘട്ടത്തിൽ വീഡിയോ, ആ പരിപാടി നടക്കുന്നതിൻ്റെയും അതിനുശേഷം ഹണിറോസ് നടത്തിയ പരാമർശങ്ങളുടെയും മുഴുവൻ വീഡിയോ കോടതി ഓപ്പൺ കോർട്ടിൽ പരിശോധിക്കണമെന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ഉയർത്തിയെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും അത് ഈ ഘട്ടത്തിൽ പാടില്ല എന്നതുൾപ്പെടെയുള്ള ശക്തമായ നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുകയും അതനുസരിച്ച് പിന്നീട് ഏറെ നേരം കഴിഞ്ഞ് കോടതി വീണ്ടും ഈ നടപടികളിലേക്ക്, വിചാരണ നടപടികളിലേക്ക് അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടന്നപ്പോൾ ഒറ്റ വാക്കിൽ കൊണ്ട് ഇപ്പോൾ ഈ ജാമ്യം നൽകാനാവില്ല, തെളിവുകളുടെ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല എന്ന് തന്നെ മജിസ്ട്രേറ്റ് തീരുമാനമെടുക്കുകയും അങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് പോകാനുള്ള നിയോഗം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകും. 14 ദിവസത്തെ റിമാൻഡ് കാലാവധിയാണ്. അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നാളെ തന്നെ മറ്റു നടപടികളിലേക്ക് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അഭിഭാഷകർ പറയുന്നത്. അതിനുള്ള സാധ്യതയുമുണ്ട്. നിയമപരമായ വശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മുതിർന്ന കോടതിയിൽ, ജില്ലാ കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിലൊക്കെ അത്തരത്തിലുള്ള അപ്പീൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വിചാരണ കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിക്കാവുന്ന സാഹചര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് പ്രോസിക്യൂഷൻ ഈ കേസിനെ കോടതിയിൽ APPയുടെ നേതൃത്വത്തിൽ നേരിട്ടത്. പക്ഷേ പല ഘട്ടത്തിലും ഇത് ബെയിലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇത് പിന്നീട് പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒക്കെ ഉണ്ടായ കേസാണെന്നതുൾപ്പെടെ പല ഘട്ടത്തിലും പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പ്രതിഭാഗം പറയുകയും ചെയ്തു. പക്ഷേ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ കോടതി പരിഗണിച്ചത്, ഇത് ഇങ്ങനെ ജാമ്യം നൽകുകയാണെങ്കിൽ അതൊരു പക്ഷേ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലും യൂട്യൂബിലും ഉൾപ്പെടെ ചില ചാനലുകളുടെ പേരുൾപ്പെടെ, ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ കോടതിയിൽ പരാമർശങ്ങൾക്ക് വിധേയമായി അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു തെറ്റായ സന്ദേശമാണ് കോടതി നൽകുക എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് ഇതിനെ ലംഘിച്ചുകൊണ്ട് കോടതിയിൽ നടന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില കാര്യങ്ങൾ കോടതി ഈ ഉത്തരവിൽ നമുക്ക് നേരത്തെ കിട്ടിയ ഈ ഓർഡറിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ലൈംഗിക ചുവയോടെയുള്ള ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണെന്ന് കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പല തെളിവുകളും ഹാജരാക്കാമെന്ന് പ്രതിഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കോടതി അത് മുഖവിലക്കെടുത്തിട്ടില്ല. ഈ ഘട്ടം അങ്ങനെ തെളിവുകൾ പരിശോധിക്കേണ്ട ഘട്ടമല്ല എന്ന് കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഈ ബോബി ചെമ്മണ്ണൂർ ഒരു സ്വാധീനമുള്ള വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെയുള്ള ഒരു വലിയ സമൂഹത്തിൽ ഈ സാക്ഷികളെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ സ്വാധീനിക്കാനുള്ള ശക്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ ജാമ്യത്തിൽ വിടുന്നത് ഈ പ്രാരംഭഘട്ടത്തിൽ കേസ് അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടം മാത്രമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ജാമ്യം നൽകുന്നത് കേസിന്റെ വിചാരണ നടപടികളെ കർശനമായി അല്ലെങ്കിൽ വളരെ ദോഷകരമായി ബാധിക്കുമെന്നതുൾപ്പെടെയുള്ള വശങ്ങൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ വശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. റിമാൻഡിലേക്ക് അയക്കാൻ കോടതി മജിസ്ട്രേറ്റ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരുപക്ഷെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും അതിനുശേഷം പിന്നീട് ആശുപത്രിയിലേക്ക് പോയി വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഈ കാക്കനാടുള്ള ജില്ലാ ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് പോലീസ് വരികയാണ്. ഒരുപക്ഷെ ഒരു 7-7:15 ഒരു 10-20 മിനിറ്റിനകം തന്നെ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ സ്വസ്ഥരമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു. 30 മണിക്കൂറോളം പിന്നീട് കസ്റ്റഡിയിൽ വെച്ച് മറ്റു നടപടികളെല്ലാം പോലീസ് അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുന്നു. നടപടികൾ തുടങ്ങുന്നു. വളരെ വിശദമായ വാദം നടക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ മുതിർന്ന അഭിഭാഷകർ പലരും ഹാജരായിട്ട് പോലും മജിസ്ട്രേറ്റ് കോടതി അത്തരം വാദങ്ങളൊന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ജയിലിലേക്ക് അയക്കാൻ തീരുമാനമായിരിക്കുന്നു. ഏകദേശം ഒരു 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂറിനകം തന്നെ അദ്ദേഹം ഈ കാക്കനാട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ഉടൻ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തിക്കും. അദ്ദേഹത്തെ വഹിച്ചുള്ള പോലീസ് വാഹനം പകുതി വഴി പിന്നിട്ടിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ബോബി ചെമ്മണ്ണൂർ കാക്കനാട്ടെ ജില്ലാ ജയിലിൽ എത്തുമെന്നാണ് അഹമ്മദ് മുസ്തഫ നൽകുന്ന വിവരം.